യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയും ട്രംപുമൊക്കെ കളിച്ചിപ്പോൾ കളി കാര്യമാക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഗസ വിഷയത്തിൽ ട്രംപിന് അറബ് രാഷ്ട്രങ്ങളുടെ പക്കൽ നിന്ന് ആവശ്യത്തിന് അടി കിട്ടിയതേയുള്ളൂ. പിന്നാലെയാണ് റഷ്യ യുക്രൈൻ വിഷയത്തിലും ഇടപെടൽ വന്നിരിക്കുന്നത്. ട്രംപിന്റെ സമീപകാല നടപടികൾ അത് തീരുവയുടെ കാര്യമായാലും മെക്സിക്കോ കാനഡ വിഷയങ്ങളിലായാലും കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന വിഷയമായാലും ഇതെല്ലാം ഒരു രാജ്യമെന്ന നിലയിൽ അമേരിക്കയുടെ ദേശീയ താൽപര്യം മുൻനിർത്തിയാണെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അമേരിക്കൻ ജനതയുടെ താൽപര്യങ്ങൾക്ക് എതിരായിരുന്നു. അതുകൊണ്ടാണ് ഗസയിലേക്ക് പട്ടാളത്തെ അയക്കുമെന്ന പ്രസ്താവന തന്നെ പിന്നീട് ട്രംപിനെ തിരുത്തേണ്ടി വന്നിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഗസയെ മോചിപ്പിച്ചു നൽകുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ സഖ്യകക്ഷികളിൽ നിന്ന് പോലും പ്രതിഷേധം ശക്തമായതും ട്രംപിനെതിരെ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതും റഷ്യയും ഇറാനും ചൈനയും ഉത്തര കൊറിയയുമെല്ലാം ഇടപെടുമെന്ന് വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇസ്രായേലും ഗസ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പിന്നോട്ടു പോയിരിക്കുകയാണ്. പുതിയ ലോകക്രമത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ കാര്യങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്ക ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കുമുണ്ട്. റഷ്യയെ പ്രകോപിപ്പിച്ച് നിർത്തുന്ന ഏതൊരു സാഹചര്യവും അമേരിക്കയ്ക്കെതിരായ ചേരിയെ ശക്തിപ്പെടുത്തുമെന്നും അതൊരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ തനിക്കും അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും ട്രംപിനുണ്ട്. ഇതേ നിലപാട് തന്നെയാണ് ലോകമാകെ വൻ ബിസിനസ് സാമ്രാജ്യമുള്ള ട്രംപിന്റെ പ്രധാന ഉപദേശകൻ ഇലോൺ മസ്കിനുമുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ തങ്ങളുടെ താൽപ്പര്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ട്രംപും മസ്കും നിലവിൽ മുന്നോട്ടു പോകുന്നത്. സൈനിക സഖ്യമായ നാറ്റോയ്ക്കുള്ള അമേരിക്കൻ സഹായം കുറയ്ക്കാനും യൂറോപ്യൻ രാജ്യങ്ങളോട് കടുത്ത നിലപാട് സ്വീകരിക്കാനും ട്രംപിനെ പ്രേരിപ്പിച്ചതിന് പിന്നിലും ഇത്തരം താൽപ്പര്യങ്ങളും ഒരു പ്രധാന ഘടകമാണ്. യുക്രൈനെ അമേരിക്ക സഹായിക്കുന്നതിൽ തനിക്കുള്ള എതിർപ്പ് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. യുക്രൈനെയും അമേരിക്കൻ ചേരിയിലെ മറ്റു കക്ഷികളെയും സഹായിച്ച് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത തകർന്നെന്നും ആയുധ കലവറ ശൂന്യമായി തുടങ്ങിയെന്നുമാണ് ട്രംപ് വാദിക്കുന്നത്. ഇതിനെല്ലാം പുറമെ തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ പിന്തുണച്ച് രഹസ്യമായി ഇടപെട്ടിരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള ട്രംപിന്റെ അടുപ്പവും നിലപാട് മാറ്റത്തിന് പിന്നിലുണ്ട്. ജോ ബൈഡനേക്കാൾ റഷ്യയ്ക്ക് അന്നും ഇന്നും താൽപ്പര്യം ട്രംപിനോട് തന്നെയാണ്. എന്നാൽ ഈ താൽപ്പര്യം മുൻനിർത്തി നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് യുക്രൈൻ യുദ്ധത്തിലായാലും ഗസയുടെയും സിറിയയുടെയും വിഷയത്തിലായാലും റഷ്യ സ്വീകരിച്ചു പോരുന്ന നിലപാടുകൾ തുടരുമെന്ന് തന്നെയാണ് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കൻ താൽപ്പര്യത്തിന് എതിരായി ഇറാനുമായി പുതിയ കരാറിൽ റഷ്യ ഏർപ്പെട്ടതും അടുത്തിടെയാണ്. ആധുനിക യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയാണ് ഇറാന് റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും തലയൂരാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനായാണ് റഷ്യയ്ക്ക് കൂടി സ്വീകാര്യമായ സൗദി അറേബ്യയെ ചർച്ചയ്ക്കായി പരിഗണിക്കുന്നത്. യുക്രൈനെയും മറ്റ് നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പങ്കെടുപ്പിക്കാതെ ട്രംപ് ഇങ്ങനെ സമവായ നീക്കവുമായി മുന്നോട്ടു പോകുന്നതും അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് പുടിനുമായി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് വൻ പ്രഹരമായി മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി റഷ്യയുമായുള്ള യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുപ്പിക്കാനാണ് സെലൻസ്കി ശ്രമിക്കുന്നത്. തന്നെ ധിക്കരിച്ച് അങ്ങനെ മറ്റു സഖ്യകക്ഷികൾ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുകയാണെങ്കിൽ അവർ അനുഭവിക്കട്ടെ എന്ന നിലപാട് ട്രംപും ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം റഷ്യക്കെതിരെ പട്ടാളത്തെ അയച്ചാൽ ഈ രാജ്യങ്ങളെ റഷ്യ നേരിട്ട് ആക്രമിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇതിനുള്ള സൈനിക മുൻകരുതലുകൾ ഇതിനകം തന്നെ റഷ്യ സ്വീകരിച്ചു കഴിഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം യുക്രൈന് പിന്തുണ നൽകുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ റഷ്യ നാറ്റോയ്ക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രമുഖ യൂറോപ്യൻ രാജ്യത്തെ ആക്രമിക്കാൻ റഷ്യ സൈന്യത്തെ സജ്ജമാക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സെലൻസ്കി പുറത്തുവിട്ടിട്ടുണ്ട്. 3 വർഷമായി നടക്കുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തെ ഇതുവരെ യുദ്ധമായി റഷ്യ പ്രഖ്യാപിക്കാതിരുന്നതിനാൽ തന്നെ ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം സൈനികരും ഇപ്പോഴും ഈ പ്രത്യേക സൈനിക നടപടിയിൽ പങ്കാളിയായിട്ടില്ല. മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളും റഷ്യ യുക്രൈന് നേരെ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. ഇതെല്ലാം യൂറോപ്പിനെ കീഴടക്കാനുള്ള റഷ്യയുടെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ സംശയിക്കുന്നത്. പാരീസിൽ വിളിച്ചു ചേർത്ത യൂറോപ്യൻ നേതാക്കളുടെ അടിയന്തര ഉച്ചകോടിയും ഈ ഭീതിയിൽ വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. റഷ്യയുടെ അടുത്ത സഖ്യകക്ഷിയായ ബെലാറസിൽ 1,50,000 സൈനികരുടെ ഒരു വലിയ സേനയെ പരിശീലിപ്പിക്കാൻ വ്ളാഡിമിർ പുടിൻ തയ്യാറെടുക്കുന്നതായി സൂചിപ്പിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങളുടെ രേഖകൾ താൻ കണ്ടതായും ഈ നിർണായക വിവരങ്ങൾ യുക്രൈന്റെ സഖ്യകക്ഷികളുമായി പങ്കിട്ടതായും സെലൻസ്കി വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുക്രൈൻ പങ്കെടുക്കാതെ എടുക്കുന്ന ഒരു സമാധാന കരാറും താൻ അംഗീകരിക്കില്ലെന്നും സെലൻസ്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുക്രൈൻ ഒരു ദിവസം റഷ്യ അയക്കാമെന്ന ട്രംപിന്റെ പരാമർശവും സെലൻസ്കിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് അവശേഷിക്കുന്ന യുക്രൈൻ സൈന്യത്തിന്റെ മനോവീര്യവും കെടുത്തുന്നതാണ്.
യൂറോപ്പിന് മാത്രമായി ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ നൽകാൻ കഴിയില്ലെന്നതാണ് അമേരിക്കയുടെ പുതിയ നിലപാട്. അതേസമയം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്ക യൂറോപ്യൻ സഖ്യത്തിന്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അമേരിക്കൻ നിലപാടിനെതിരെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ ദേശീയ പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയെ വാൻസും മസ്കും പ്രശംസിച്ചതിനെ ഉദ്ധരിച്ച് ജർമ്മനിയുടെ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അമേരിക്ക അസ്വീകാര്യമായ ഇടപെടൽ നടത്തിയെന്നും ഷോൾസ് ആരോപിച്ചിട്ടുണ്ട്. വ്ളാഡിമിർ പുടിൻ യൂറോപ്പിനെ ആക്രമിക്കാനാണ് അവസരം കാത്തിരിക്കുന്നതെന്നാണ് ജർമ്മൻ ചാൻസലറും സംശയിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം പിൻവലിക്കുന്നതുവരെ പുടിൻ കാത്തിരിക്കുകയാണോ എന്നതിലും ഷോൾസ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം നീക്കം നാറ്റോയെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും ഗുരുതരമായി ദുർബലപ്പെടുത്തുമെന്നാണ് ഫ്രാൻസും മുന്നറിയിപ്പ് നൽകുന്നത്. മുമ്പ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നതും ഇപ്പോൾ നാറ്റോ അംഗങ്ങളുമായ ചെറിയ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യ യൂറോപ്പ് അധിനിവേശം നടത്താനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും കരുതുന്നത്.